നാട്ടിൽ നിൽക്കാൻ തയ്യാറാവുകയാണെങ്കിൽ നാട്ടിൽ തന്നെ നല്ല ലെവലിൽ സാലറിയും കാര്യങ്ങളൊക്കെ കൂടിയുള്ള നല്ലൊരു പാക്കേജാണ് ഗവൺമെൻറ് ജോലി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് അപ്രാപ്യമായിട്ടുള്ള കാര്യമൊന്നുമല്ല. ചിട്ടയായിട്ടുള്ള പഠിത്തം, ഒരു ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ എല്ലാവർക്കും സാധ്യമാവുന്ന കാര്യം തന്നെയാണ്. സാധ്യമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഏസ് ആ കൊറോണ സമയത്തിൻ്റെ റെസ്ട്രിക്ഷൻസ് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്നിട്ടുണ്ട്. ഹായ്, എൻ്റെ പേര് അരുൺ. നിലവിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടെ 7ഓളം PSC ലിസ്റ്റിൽ ഇടം നേടാൻ സാധിച്ചിട്ടുണ്ട്. തിരൂർ ഏസിൽ നിന്നാണ് പഠനം മുന്നോട്ട് കൊണ്ടുവരുന്നത്. സ്വദേശം വരുന്നതും തിരൂർ തന്നെയാണ്. PSCയിലേക്ക് എങ്ങനെ വന്നു എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ, പുറത്തേക്ക് പോകാൻ താല്പര്യം കുറവായിരുന്നു. പിന്നെ നാട്ടിൽ നിൽക്കുമ്പോൾ ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ എന്നുള്ള ലെവലിലാണ് PSC തിരഞ്ഞെടുത്തത്. പിന്നീട് മികച്ചൊരു തീരുമാനമാണെന്ന് തോന്നി. എന്തുകൊണ്ട് നാട്ടിൽ നിൽക്കാൻ തയ്യാറാവുകയാണെങ്കിൽ നാട്ടിൽ തന്നെ നല്ല ലെവലിൽ സാലറിയും കാര്യങ്ങളൊക്കെ കൂടിയുള്ള നല്ലൊരു പാക്കേജാണ് ഗവൺമെൻറ് ജോലി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമ്മളെ നാട്ടിൽ സർവീസ് ചെയ്യാന്നുള്ളൊരു നമ്മുടെ പേഴ്സണൽ ഒരു സിറ്റിസൺ എന്നുള്ള ലെവലിലുള്ള റെസ്പോൺസിബിലിറ്റി നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരത്തിൽ നല്ലൊരു ഓപ്ഷനാണ് PSC എന്നുള്ളതാണ്. PSC ആരംഭിക്കുന്ന സമയത്ത് കൊറോണയും വന്ന് നിർഭാഗ്യവശാൽ. അപ്പോൾ അതെങ്ങനെ മുന്നിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളതിനെ പറ്റിയിട്ട് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകൾ വന്നിരുന്നു. അപ്പോൾ ആ സമയത്ത് ഏസിൻ്റെ ഭാഗത്തുനിന്ന് നല്ല രീതിയിലുള്ള സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. സാധ്യമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഏസ് ആ കൊറോണ സമയത്തിൻ്റെ റെസ്ട്രിക്ഷൻസ് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്നിട്ടുണ്ട്. പിന്നെ എങ്ങനെ പഠിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു നല്ല രീതിയിലുള്ള അപ്രോച്ച് നടത്താനും ഏസ് വലിയ രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. ഏസിലെ ക്ലാസ്സുകൾ പോലെ തന്നെ ഏസിൽ റീഡിംഗ് ഫെസിലിറ്റിയും വലിയ രീതിയിൽ ഉപകാരപ്പെട്ടിരുന്നു. ഏസിൽ മുമ്പ് പഠിച്ചിരുന്നവരാണെങ്കിലും ഏസിലെ ഫാക്കൽറ്റീസ് ആണെങ്കിലും ആ റീഡിങ്ങിന് വേണ്ടിയിട്ട് ആ റീഡിങ്ങിലിരിക്കുന്ന പുതിയ ഞങ്ങളെ പോലുള്ളവർക്ക് വേണ്ടിയിട്ട് വലിയ രീതിയിൽ സഹായങ്ങളൊക്കെ ചെയ്തു തന്നിരുന്നു. അപ്പോൾ അവരാണ് ഞങ്ങൾക്ക് എങ്ങനെ പഠിക്കണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ടൊരു ക്ലാരിറ്റി ഒക്കെ ഉണ്ടാക്കി തന്നത്. അപ്പോൾ അതും ഇത്തരത്തിൽ PSC ഒന്ന് നന്നായിട്ട് ചെയ്യാൻ വലിയ രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. PSCക്ക് ഇറങ്ങിയ സമയത്ത് അങ്ങനെ മുഴുവൻ സമയവും പഠിത്തമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പ്രിലിംസൊക്കെ പാസ്സായി മെയിൻസിനോടടുത്ത് എക്സാം അടുപ്പിച്ച സമയങ്ങളിൽ കുറച്ച് നല്ല രീതിയിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. ആ സമയത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് സമയം ഉണ്ടാക്കുന്നതിന് പുറമെ ബാക്കി വരുന്ന ഇപ്പോൾ ഭക്ഷണം കഴിക്കണതായിക്കോട്ടെ, ഉറങ്ങണതായിക്കോട്ടെ, അത്തരത്തിലുള്ള എക്സ്ട്രാ കാര്യങ്ങൾക്കൊക്കെ കൂടിയായിട്ട് സമയം ബൗണ്ട് ചെയ്ത് വെക്കുകയും അതിന് പുറമെയുള്ള ബാക്കി സമയം മൊത്തം പഠിക്കുക, അങ്ങനെ ഒരു ടാറ്റിക്സ് ആയിരുന്നു അവസാന സമയത്ത് എടുത്തിരുന്നത്. 2021 LDCക്ക് ശേഷം PSCയുടെ ആ കൺവെൻഷണൽ ക്വസ്റ്റ്യൻ പാറ്റേണിൻ്റെ രീതി മാറിയിരുന്നു. ആ രീതി മാറിയ ശേഷമാണ് എക്സാം കുറേ കൂടി ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തോന്നലൊക്കെ വന്നത്. മുന്നേ ചോദിച്ചിരുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ്റെ ബൾക്കായിട്ടുള്ള ആ രീതികളിൽ നിന്ന് മാറി SCRTക്ക് വരികയും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസും കൂടുതലായിട്ട് വന്നതോടെ കുറച്ചും കൂടി സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചാൽ ഒന്നുകൂടി നന്നായിട്ട് റാങ്ക് കിട്ടുന്നൊരു തോന്നൽ വന്നു. പിന്നീട് ആ രീതിയിലാണ് പഠനം മുന്നോട്ട് കൊണ്ടുവരുന്നത്. ഹിസ്റ്ററി, ജോഗ്രഫി പോലുള്ള സബ്ജക്റ്റുകളൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും SCRTയിലെ കുറച്ച് കാര്യങ്ങളുമായിട്ട് പഠിത്തം അതിലെ സമയം കുറച്ച് വയ്ക്കുകയും ബാക്കി എക്കണോമിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ ഇമ്പോർട്ടൻ്റ് ആക്ട്സ്, കേരള ഗവേണൻസ്, അതുപോലെ മാത്സ്, ഇംഗ്ലീഷ് അതിനൊക്കെ കൂടുതൽ പ്രയോറിറ്റി കൊടുത്ത് പഠിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അതും എക്സാമിന് നല്ല രീതിയിൽ ഹെൽപ്പായിട്ടുണ്ട്. PSCയിലേക്ക് ആദ്യമായിട്ട് കടന്നു വരുന്നവരോട് പറയാനുള്ളത്, ഇത് അപ്രാപ്യമായിട്ടുള്ള കാര്യമൊന്നുമല്ല. ചിട്ടയായിട്ടുള്ള പഠിത്തം, ഒരു ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ എല്ലാവർക്കും സാധ്യമാവുന്ന കാര്യം തന്നെയാണ്. അതിലെ ആപ്ലിക്കേഷൻസിൻ്റെ എണ്ണമോ ബാക്കി കാര്യങ്ങളൊന്നും നമ്മൾ നോക്കേണ്ടതില്ല. നമ്മളതായിട്ടുള്ള പഠിത്തം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ കറക്റ്റ് ചെയ്ത് അതിനോട് 100% ആത്മാർത്ഥത പുലർത്തി ചെയ്യുക. അങ്ങനെയാണെങ്കിൽ റിസൾട്ട് എന്തായാലും ഓട്ടോമാറ്റിക്കായിട്ട് വരും.